കണ്ണൂരിലെ സ്കൂൾ ബസ് അപകടത്തിന് കാരണം ഡ്രൈവറുടെ ഗുരുതര വീഴ്ചയെന്ന് സൂചന. അപകടം നടന്ന സമയത്ത് ഡ്രൈവർ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടു. അപകടം നടന്നുവെന്ന് CCTV-യിൽ കാണുന്ന 4:03 ഡ്രൈവർ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടതായി തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. ഫെലിക്സ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ഫെലിക്സ്, ഒരു കുഞ്ഞിന് ദാരുണാന്ത്യം സംഭവിച്ച കേസാണിത്. 15 കുഞ്ഞുങ്ങൾക്ക് പരിക്കുമേറ്റു. അവിടെയാണ് ഡ്രൈവറുടെ അലംഭാവവും ഈ യാത്രക്കിടയിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളുമൊക്കെ പുറത്തേക്ക് വരുന്നത്. എന്താണ് മനസ്സിലാക്കുന്നത് ഫെലിക്സ്? തീർച്ചയായിട്ടും, അതായത് ഡ്രൈവറുടെ വീഴ്ചയാണ് ഈ അപകടത്തിന് കാരണം എന്നതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഈ അപകടം നടന്ന സമയം, അതായത് 4:03 അപകടം നടന്നത്. ആ CCTV ദൃശ്യങ്ങളുടെ സമയം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകും. 4:03 അപകടം നടന്നു. ആ 4:03 തന്നെ ഇനിസാമിൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസും വന്നിട്ടുണ്ട്. അത് ആ കുട്ടികൾ സ്കൂളിൽ കുട്ടികൾ ഇരിക്കുന്ന ദൃശ്യമാണ് ആ സ്റ്റാറ്റസായി വന്നിട്ടുള്ളത്. അപ്പോൾ അതിനർത്ഥം ഇയാൾ ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചു എന്ന് വ്യക്തമാക്കുന്ന തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ അപകടം നടന്ന സമയത്ത് ഇയാൾ മൊബൈലിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടണമെങ്കിൽ ആ സമയത്ത് ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടാകാം. നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരുന്നു ഇത് ഡ്രൈവറുടെ ഭാഗത്തു നിന്നും സംഭവിച്ച വീഴ്ചയാണ് എന്നത്. അത് മോട്ടോർ വാഹന വകുപ്പ് അങ്ങനെ പറയാൻ കാരണം ബ്രേക്കിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ തെളിവുകൾ, അതിൻ്റെ പാടുകൾ റോഡിലുണ്ട്. അപ്പോൾ ഇത് ബ്രേക്കിന് തകരാറില്ല, ഡ്രൈവറുടെ വീഴ്ചയാണ്. ഡ്രൈവർ പരിചയസമ്പത്തില്ലാത്തതാകാം, മുൻപരിചയമില്ലാത്തതാകാം എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ ഈ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അതായത് അപകട സമയത്ത് ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരിക്കാൻ കാരണം ആ സമയത്താണ് വാട്സപ്പിൽ ഇയാൾ സ്റ്റാറ്റസ് ഇടുന്നത്. ആ സ്റ്റാറ്റസ് 4:03 വാട്സപ്പിൽ സ്റ്റാറ്റസ് കാണുന്നു. അതേ 4:03 ഈ ബസ്സും അപകടത്തിൽപ്പെടുന്നത്. അതായത് 5ാം ക്ലാസ്സുകാർക്ക് ജീവൻ നഷ്ടമായ ഈ അപകടം നടക്കാൻ കാരണം, ഈ അപകടത്തിന് കാരണം ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ്. അയാൾ ആ സമയത്ത് വാഹനം ഓടിക്കുകയായിരുന്നില്ല, പകരം മൊബൈൽ ഫോണിൽ സ്റ്റാറ്റസ് ഇടുകയായിരുന്നു എന്നതാണ്. അത് ഒരു ഗുരുതര വീഴ്ചയായി നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന നേധ്യ എന്ന ഒരു കുഞ്ഞിനാണ് ജീവൻ നഷ്ടമായത്. അങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിന് അല്ലെങ്കിൽ ഒരു 5ാം ക്ലാസ്സുകാർക്ക് ജീവൻ നഷ്ടമാകുമ്പോൾ അതിന് എന്താണ് കാരണം? റോഡിൻ്റെ വളവും ഒക്കെ നമുക്ക് നേരത്തെ നമ്മൾ വിലയിരുത്തിയതാണ്. മാത്രമല്ല ചെറിയ റോഡാണ്, ഇറക്കമുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നതാണ്. അതായത് അതേ സമയത്ത് മൊബൈലിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് വരുന്നു. ആ സ്റ്റാറ്റസ് വരുന്ന 4:03 എന്ന സമയത്ത് തന്നെയാണ് ഈ അപകടവും സംഭവിച്ചിരിക്കുന്നത് എന്നതാണ്. അതായത് ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നതാണ്. ആ വീഴ്ചയാണ് പ്രധാനമായും ഈ അപകടത്തിന് കാരണമായത്. റോഡിന്റെയോ മറ്റോ പ്രശ്നമല്ല, ഡ്രൈവർ മൊഴി പ്രകാരമാണെങ്കിൽ ബ്രേക്ക് കിട്ടിയിട്ടില്ല, ചവിട്ടിയപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഈ സമയക്രമവും ആ വാഹനത്തിൻ്റെ യാത്ര സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ആ സമയത്ത് തന്നെ വാട്സാപ്പ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ വിശദമായി തന്നെ പ്രാഥമിക പരിശോധന കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണോ MVDക്ക്? അങ്ങനെയെങ്കിൽ ഇനിയുള്ള മറ്റ് പരിശോധനകൾ സാങ്കേതികമായിട്ടും ഡ്രൈവറിൽ നിന്നുള്ള മൊഴിയെടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എപ്പോഴാണ് നടക്കുന്നത്? അതോ നടത്തി കഴിഞ്ഞോ MVD? പോലീസ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ മൊബൈൽ ഫോൺ സ്റ്റാറ്റസ് പരിശോധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് അത്തരം തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. പ്രാഥമികമായി ഡ്രൈവർ നൽകിയ മൊഴി ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നതാണ്. പക്ഷേ ബ്രേക്ക് നഷ്ടപ്പെട്ടില്ല എന്ന് MVDയുടെ പരിശോധനയിൽ തന്നെ തെളിയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പുറത്തു വരുന്ന തെളിവുകൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പറയുന്ന സമയത്ത് ഇയാൾ പറയുന്നതല്ല ശരി, ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയായിരുന്നു. ആ സമയത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയാണ് ഉണ്ടായത്. അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് കൃത്യം 4:03 എന്ന സമയത്താണ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നതും. അതേസമയത്ത് 20 കുട്ടികളായിരുന്നില്ലേ? അതിൽ എത്ര പേർക്കാണ് പരിക്കേറ്റത്? അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ് ലഭ്യമാകുന്നത്? അവരെ എവിടെയൊക്കെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്? പരിക്കേറ്റ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി അത് സാരമല്ല, പരിക്കുകളൊന്നും സാരമല്ല എന്നതാണ് ആശുപത്രിയിൽ ലഭിക്കുന്നത്. നിസ്സാരമായ പരിക്കുകൾ മാത്രമാണ് കുട്ടികൾക്കുള്ളത്. അതുകൊണ്ട് അവരുടെ ആരോഗ്യ സ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ആശുപത്രികൾ അറിയിക്കുന്നു. തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലും ഒരാളെ പരിയാരം മെഡിക്കൽ കോളേജിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നേദ്യ എന്നൊരു കുട്ടിക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ബാക്കി കുട്ടികളുടെ അവസ്ഥ സംബന്ധിച്ച് പറയുന്നത് അതിൽ ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല, ആരോഗ്യസ്ഥിതി മോശം
മാത്രമല്ല അവർക്ക് നിസ്സാരമായ പരിക്കുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നതാണ്. ഏതായാലും അതിനൊപ്പം തന്നെ ഈ കുട്ടി, അതായത് നേധി എന്ന കുട്ടിയെ, ഈ ബസ്സിൻ്റെ അടിയിൽ പെട്ടുപോയ കുട്ടിയെ പുറത്തേക്ക് എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം ബസ്സിൻ്റെ അടിയിലായിരുന്നു കുട്ടി. ആദ്യം ഓടിയെത്തിയ ആളുകൾ ബസ്സിനുള്ളിലുണ്ടായിരുന്നവരെയൊക്കെ തന്നെ എടുത്ത് രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. അടിയിൽ കുട്ടിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കുക മാത്രമല്ല, ഈ കുട്ടിയെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ വാഹനം ഉയർത്തണമെങ്കിൽ കുറച്ചധികം ആളുകൾ വേണം. അങ്ങനെ ആളുകളൊക്കെ തന്നെ ഓടിക്കൂടിയ ശേഷം വാഹനം ഉയർത്തിയ ശേഷമാണ് ഈ നേധി എന്ന 5 ക്ലാസ്സുകാരി പുറത്തേക്ക് എടുത്തത്. ആ സമയത്ത് തന്നെ പരിക്ക് അതീവ ഗുരുതരമാണ്. കാരണം ഈ വാഹനം വരുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. നല്ല വേഗതയിലാണ് വാഹനം വന്നത്. വാഹനം ചെറിയ രീതിയിൽ മറിഞ്ഞു വീഴുകയായിരുന്നില്ല, തെറിച്ച് വീഴുകയാണ് ഉണ്ടായത്. അങ്ങനെ തെറിച്ച് വീണ സമയത്ത്, അതായത് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഇയാൾ ബ്രേക്ക് പിടിച്ചിട്ടുണ്ടാകാമെന്നാണ്. അതായത് വേഗതയിൽ വരുമ്പോൾ വളരെ വേഗത്തിൽ ബ്രേക്ക് പിടിച്ചു. അങ്ങനെ വേഗത്തിൽ ബ്രേക്ക് പിടിച്ചപ്പോൾ അതിൻ്റെ വാഹനത്തിന് നിയന്ത്രണം വിട്ട് ഈ പറയുന്ന ബസ് താഴേക്ക് മറിയുകയാണ് ഉണ്ടായത്. റോഡിന്റെ പ്രത്യേകത എങ്ങനെയാണ്? വാഹനങ്ങൾക്കൊക്കെ പോകാനുള്ള സ്ഥലം, ഈ മറ്റ് അപകടങ്ങളൊക്കെ മുൻപ് എന്തെങ്കിലും അങ്ങനെ നടന്നിട്ടുള്ളതായി പറയപ്പെടുന്നുണ്ടോ? തീർത്തും അശ്രദ്ധ തന്നെയായിരുന്നു, അമിത വേഗതയും അശ്രദ്ധയും ഇതായിരിക്കാം അപകടത്തിന് കാരണമായത് എന്നാണോ മനസ്സിലാക്കുന്നത്? എല്ലാ കാരണങ്ങളും ഉണ്ട്. കാരണം ഇതൊരു ചെറിയ റോഡാണ്, വളരെ ചെറിയ റോഡ്. അതായത് ഒരു വളവും ചെറിയ റോഡും, അതായത് ഇറക്കവും വളവും ചെറിയ റോഡും കൂടെ ചേർന്നൊരു സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എത്രത്തോളം അപകടത്തിന് സാധ്യതയുള്ളൊരു സ്ഥലമാണ് എന്നത്. അതുകൊണ്ട് ഈ റോഡിൻ്റെ നിർമ്മാണം, റോഡിൻ്റെ ഒരു അപകട സാധ്യതയും നമുക്ക് അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം ഒരു വലിയ ഇറക്കമാണ്, ചെറിയ റോഡാണ്, വളവുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വശത്ത് വലിയ കുഴിയും. അപ്പോൾ അപകടം നേരത്തെയും നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാറ് സമാനമായ രീതിയിൽ മറിഞ്ഞിരുന്നു. പക്ഷേ കാർ അധികം വേഗതയിലായിരുന്നില്ല, അതുകൊണ്ടാണ് വലിയ അപകടം സംഭവിക്കാതിരുന്നത്. പക്ഷേ ഈ ബസ് അതിന് നിയന്ത്രണം വിട്ട് വളരെ വേഗത്തിൽ അത് താഴേക്ക് പതിച്ചു എന്നതാണ്. അങ്ങനെ പതിച്ച സമയത്താണ് തുടരുക. ഇപ്പോൾ